ബ്രഹ്മഹത്യ പാപം ബാധിച്ചുകൊണ്ട് ഇന്ദ്രന് ദൈവത്വം നഷ്ടപ്പെട്ടു. തുടർന്ന് ഇന്ദ്രൻ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി. എന്നാൽ ദേവരാജാവെന്ന പദവി ഒഴിഞ്ഞുകിടക്കുന്നു. ആ സ്ഥാനത്തേക്ക് ദേവന്മാരും മുനിമാരും ഏവരും ചേർന്ന് നഹുഷനെ, അതായത് ശിവപാർവതിമാരുടെ പുത്രിയാകുന്ന അശോകസുന്ദരിയുടെ പതിയാകുന്ന നഹുഷനെ നിയോഗിതൻ ആക്കുന്നു. എന്നാൽ കാലക്രമേണ അവൻ കാമാഗ്നിയിൽ പെട്ടുപോകുന്നു. ഇന്ദ്രാണിയെ കണ്ട് മോഹിക്കുന്നു അവൻ. എന്നാൽ പതിവ്രതയാകുന്ന ഇന്ദ്രാണിക്ക് അവനോട് ചേരുവാൻ ഒട്ടും തന്നെ താല്പര്യവും ഉണ്ടാകാതെ വരുന്നു. മുനിമാരുടെയും ദേവന്മാരുടെയും നിർദ്ദേശപ്രകാരം ഇന്ദ്രാണിയോട് ഒരു ഉപായം പറഞ്ഞു നൽകിക്കൊണ്ട് ഇന്ദ്രാണിയെ നഹുഷന് സമീപത്തേക്ക് അയക്കുന്നു. ദേവനായ നഹുഷൻ സസന്തോഷം ശചിയോട് പറഞ്ഞു, സുന്ദരി, നീ എന്തു വിചാരിക്കുന്നു? ഞാൻ 3 ലോകത്തിനും നായകനാകുന്നു, ഇന്ദ്രനാകുന്നു. നീ എന്നെ വരനായി വരിക്കുക. ഇപ്രകാരം നഹുഷൻ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് പതിവ്രതയായ ശചീദേവി കാറ്റേറ്റ കദളിവാഴ പോലെ നടുങ്ങി വിറച്ചുകൊണ്ട് നിന്നു. അവൾ ബ്രഹ്മാവിനെ തൊഴുത് ശിരസ് കുമ്പിട്ട് നിന്നു. ആ നിൽപ്പിൽ നിന്നുകൊണ്ട് അവൾ ദേവരാജാവായ നഹുഷനോട് പറഞ്ഞു, സുരനാഥ, ഭവാൻ അല്പം കാലാവധി എനിക്ക് തരണം. ശക്രൻ ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ്, എന്താണ് സ്ഥിതി എന്നൊക്കെ എനിക്ക് അറിയില്ല. ഈ തത്വം അന്വേഷിച്ചതിന് ശേഷം യാതൊരു വിവരവും ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഭവാനോട് ചേർന്നുകൊള്ളാം. ഞാൻ ഈ പറഞ്ഞത് സത്യമാകുന്നു. ഇന്ദ്രാണി ഇപ്രകാരം പറഞ്ഞപ്പോൾ നഹുഷൻ സംതൃപ്തൻ ആയി. നഹുഷൻ അവളോട് പറഞ്ഞു, ഇന്ദ്രാണി, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. നീ നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് അറിഞ്ഞു വരിക. എന്നോട് സത്യം ചെയ്യുക നീ. ഇങ്ങനെ പറഞ്ഞ് നഹുഷൻ അവളെ പറഞ്ഞയച്ചു. അവൾ ക്ഷണത്തിൽ തന്നെ ബൃഹസ്പതിയുടെ ഗൃഹത്തിലേക്ക് വന്നു. അവൾ പറഞ്ഞത് കേട്ട് അഗ്നി മുതലായ ദേവതകൾ ശക്രൻ എവിടെയാകുമെന്ന് ചിന്തിച്ചു. ദേവദേവനോടും വിഷ്ണുവിനോടും കൂടി ചേർന്ന് അവർ ആലോചിച്ചു. അവർ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, ദേവന്മാരുടെ ഈശ്വരനായ ഇന്ദ്രൻ ബ്രഹ്മഹത്യാബാധയാൽ എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. പൂർവദേവനും ജഗന്നാഥനുമായ ഭവാനല്ലാതെ ഞങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എല്ലാ ലോകവും കാത്തു രക്ഷിക്കുന്നവരാകുന്നു ഭവാൻ. വിഷ്ണുവായി നിലകൊള്ളുന്നു അങ്ങ്. അങ്ങയുടെ വീരത്താലാണല്ലോ വാസവൻ അഥവാ ഇന്ദ്രദേവൻ വൃത്രനെ കൊന്നത്, ബ്രഹ്മഹത്യ നേടിയത്. മൂടൽപ്പെട്ട് മറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ ഭവാൻ മോക്ഷം നൽകി രക്ഷിച്ചാലും. ആ ദേവന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ശക്രൻ എന്നെ ജയിക്കട്ടെ, എന്നാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ. പുണ്യമായ അശ്വമേധത്താൽ എന്നെ ജയിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ വീണ്ടും തിരികെ വരും, ദേവേന്ദ്രത്വം ലഭിക്കുകയും ചെയ്യും. നഹുഷൻ സ്വകർമ്മം കൊണ്ട് നാശത്തിലേക്ക് ഭവിക്കും, എല്ലാം ശരിയാകും. പീയൂഷം പോലെയുള്ള വിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ആചാര്യന്മാരും ഋഷിമാരും ദേവകളും ശക്രൻ ഭയപ്പെട്ട് പാർക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. മഹാത്മാവായ ഇന്ദ്രന് വേണ്ടി അശ്വമേധമെന്ന മഹാമഹം ആരംഭിച്ചു. ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനിൽ നിന്ന് അവിടെ വെച്ച് മോചിപ്പിച്ചു. ആ ബ്രഹ്മഹത്യാപാപം 5ആയി പങ്കുവെച്ച് മാമരം, പുഴ, പർവ്വതം, മദ്യം, പെണ്ണ് എന്നിവയിലേക്കായി നൽകി. ഇങ്ങനെ തന്നിൽ കുടികൊണ്ട ബ്രഹ്മഹത്യ പാപം പങ്കുവെച്ച് ഭൂതങ്ങളിൽ സമർപ്പിച്ച ശേഷം ബാധയൊക്കെ നീങ്ങി പാപങ്ങളൊക്കെ പോയി ഇന്ദ്രൻ പ്രശോഭിച്ചു.